ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ഇന്ന് നടന്ന വിധിയിൽ ഞാൻ ഹാപ്പിയാണ്. മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഞാൻ നീതി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അതർ ദാൻ ദാറ്റ് ഈ പറഞ്ഞ പോലെ SIT ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് നല്ല രീതിയിലുള്ള അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ടാണെങ്കിലും ഞാൻ വളരെയധികം കോൺഫിഡൻഷ്യലായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി വളരെ ഗുരുതരമാണല്ലോ. അപ്പം അത് കീപ്പപ്പ് ചെയ്യാതെ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണെങ്കിലും വളരെ മൈൻഡിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പേ ലീക്ക് ആയതിൽ എനിക്ക് SIT ഓട് എനിക്ക് നല്ല രീതിയിൽ ഐ എം വെരി മച്ച് അൺസാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സോ അതുകൊണ്ട് ഞാൻ DGPക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്. അതിനകത്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മെയിൻ അത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് കയ്യിലുള്ള ഇപ്പോൾ പ്രതിയുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾ തന്നെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്ടറാണ്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് സ്വാധീനിക്കാം, സമയം കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു അല്ല ഞാൻ അതിലേക്ക് ആ വിഷയത്തിനെ സീരിയസ് ആയിട്ട് മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ DGPക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് SITയുടെ ആ ഒരു ഇതിനോട് എനിക്കത് നല്ല രീതിയിൽ അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളത് പറയാണ്. അത് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. കണ്ടന്റ് വെച്ച് തന്നെ എന്താണോ എൻ്റെ വിഷയം, ഏതൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് അൺസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഞാൻ DGPക്ക് ഞാൻ കംപ്ലയിൻറ്റ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞു. അതെ മെയിൻ ഇതെന്ന് പറയുന്ന ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിലും ഒക്കെ അവർക്ക് നശിപ്പിക്കാൻ പറ്റുമല്ലോ, അത് നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടാവേണ്ട സീരിയസ് ആയിട്ടുള്ള സൈഡുകളാണ്, ആസ്പെക്റ്റുകളാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത്. ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം. നീതി കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ഞാൻ. ചില കാര്യങ്ങളുണ്ട് കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ എടുക്കുന്നതിന് പകരം ചില ആളുകൾ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ വിഷയം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യലാണ്, സെൻസിറ്റീവാണ്. അത് ഓരോ ആളുകളും അത് ആരാണെങ്കിലും ഗ്രൂപ്പ്സ് ആണെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ഈ പറയുന്ന പോലെ പ്രതിക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുകയല്ലോ വേണ്ടത് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതെ അതിൽ ഞാൻ ഹാപ്പിയാണ്. അതിൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അതെൻ്റെ പ്രോസസ്സിൽ പോട്ടെ. അതെ ഞാൻ പറഞ്ഞു, ഇന്ന് നടന്ന ഒരു വിധിയിൽ ഐ എം സൂപ്പർ ഹാപ്പി. കാര്യം എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഒരു പോസിറ്റീവ് ലൈറ്റ് കാണുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ്. ബീങ് എ സർവൈവർ, അത്രേ ഉള്ളൂ. അതെ.